വർത്തമാനങ്ങളുണ്ട്. നമ്മൾ ആരംഭത്തിൽ പറഞ്ഞു, പ്രയാസങ്ങളാണ്, ഗൾഫിൽ ബുദ്ധിമുട്ടുകളാണ്, അസുഖങ്ങളാണ്, അതുപോലെ തന്നെ യുദ്ധങ്ങളാണ്, ഭീകരമായ അവസ്ഥകൾ നമ്മൾ സംജാതമാകാനും അതിനെ അനുഭവിക്കാനും വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ ഈമാൻ ശരിയാകാതെ ഇനി നമുക്ക് രക്ഷയില്ല. ഈമാൻ ശരിയാകാതെ രക്ഷയില്ല. ഞാൻ എന്നോട് ആദ്യവും എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോടൊക്കെയും പറയാണ്, ഈമാൻ അത് ഒരു മനുഷ്യൻ്റെ മുമ്പിലും പണയം വെക്കാതെ ഞാനും എൻ്റെ റബ്ബും, അതല്ലാത്ത മറ്റൊരു പരിഹാരം നമുക്കില്ല. നബിത്തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, ഇന്നഹാ സതകൂനു ഫിതൻ, കുറേ ഫിത്തന ഇവിടെ വരാനുണ്ട്. യുദ്ധങ്ങളെപ്പറ്റി പറഞ്ഞ മറ്റൊരു ഭാഗത്ത് ഒരുപാട് ദീർഘമായ ഹദീസുകൾ. മൽഹമത്ത് എന്നാണ് യുദ്ധത്തിനെ പറ്റി, അവസാന കാലത്തുണ്ടാകുന്ന യുദ്ധത്തെ പറ്റി പറഞ്ഞത്. മൽഹമത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഭീകരമായ ധാരാളം ആളുകൾ മരിച്ചു പോകുന്ന വൻ യുദ്ധങ്ങൾ വരാനുണ്ട് എന്ന്, അവസാന കാലമാകുമ്പോൾ ഉണ്ടാകാൻ പോകുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിനി എന്താണ് കാത്തിരിക്കുന്നത് എന്നാ ചോദ്യം. ഇന്നഹാ സതകൂനു ഫിതൻ, ഫിത്തനകൾ വരും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ സ്വഹാബിമാർ ചോദിച്ചു, റസൂലേ ഫമൽ മഖ്റജ്, എന്താണ് പരിഹാരം? പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹാരം എന്താണ്? പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോരല്ലോ, ഫിത്തനകൾ ഉണ്ടായാൽ പോരല്ലോ, പരിഹാരം എന്താണ്? അപ്പോൾ ഹബീബായ റസൂലുള്ള പറഞ്ഞ വർത്തമാനമുണ്ട്, നമുക്ക് പരിഹാരമായി നമ്മുടെ മുമ്പിലുള്ളത് കിതാബുല്ലാഹ്, അല്ലാഹുവിൻ്റെ ഖുർആൻ നമ്മുടെ മുമ്പിൽ പരിഹാരമായിട്ടുണ്ട്. ആ ഖുർആൻ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഇത്രയും നേരം പ്രാക്ടിക്കലാക്കാൻ വേണ്ടി പഠിച്ചത്, മനസ്സിലാക്കിയത്. കിതാബുല്ലാഹ്, അല്ലാഹുവിൻ്റെ കിതാബ് നമ്മുടെ മുമ്പിലുണ്ട്. ഇതേ റസൂൽ തന്നെ പറയുന്ന മറ്റൊരു ഹദീസുണ്ട്, ബാദിറൂ ബിൽ അഅമാലി സബ്ആ, ജീവിതത്തിൽ 7 കാര്യങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തോളൂ മുഅ്മിനീങ്ങളെ. 7 കാര്യം എന്തായാലും വരും. 7 വിഷയങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ നല്ല അമൽ ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്കറ്റ് നിങ്ങളടുത്തേക്ക് വരുന്നുണ്ട് നല്ല നിയ്യത്തിൽ, മരണപ്പെട്ടു പോയ ഉമ്മാനെ ഉപ്പാനെയൊക്കെ വിചാരിച്ച്, അവരുടെ ആഖിറം വെളിച്ചാകണമെന്ന് വിചാരിച്ച്, നമ്മുടെയൊക്കെ ജീവിതം നല്ല റാഹത്തിലാകണമെന്ന് വിചാരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നല്ലൊരു സ്വതക്ക നിങ്ങൾ അതിലേക്ക് കൊടുക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ, നമ്മുടെ സമ്പത്തിലൊക്കെ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ, ആമീൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 7 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതിൻ്റെ മുമ്പ് നമ്മൾ നല്ല അമൽ ചെയ്തോളി മുഅ്മിനീങ്ങളെ എന്ന് നമ്മോട് റസൂലുള്ള പറയാം. ഈ 7 കാര്യങ്ങൾ എന്താണ്? 1, ഇല്ലാ ഫഖറം മുൻസിയാ ഹൽ തന്തളിറൂന ഇല്ലാ ഫഖറം മുൻസിയാ, എല്ലാം മറപ്പിച്ച് കളയുന്ന ദാരിദ്ര്യമല്ലാതെ മറ്റെന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ദാരിദ്ര്യം വരാനുണ്ട്. പറയുമ്പോൾ നമുക്ക് അസ്വസ്ഥതയുണ്ട്, ഇടങ്ങാറുണ്ട്, പക്ഷേ ആലോചിക്കാതെ നിർവാഹമില്ല. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഈ ഒരു യുദ്ധം ഇങ്ങനെ ആരംഭിക്കുകയും അത് വല്ലാതെയാവുകയും ഗൾഫ് നാടുകളിലൊക്കെ ആവുകയും ചെയ്താൽ പിന്നെ നമ്മുടെ അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ മക്കൾ, പ്രിയപ്പെട്ടവർ, നമ്മുടെ നാട്, നമ്മുടെ ഈ നാട്ടിലുള്ള സകല സംവിധാനങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ഇത്ര റാഹത്തിലായത് എന്തുകൊണ്ട് എന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. ഈ റാഹത്തും ഈ സംവിധാനവും ഒക്കെ നമുക്കുണ്ടായത് അള്ളാഹു ഗൾഫ് എന്ന വാതിൽ തുറന്നു തന്നുകൊണ്ടല്ലേ. നമ്മുടെ മക്കളവിടെ പോയി പണിയെടുത്തുകൊണ്ട് ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ പല ആളുകളും പഴയ പ്രവാസികളായിരിക്കും. ആ നാട്ടിൽ വലിയ പ്രയാസവും ബുദ്ധിമുട്ടും ചൂടും അറബിയുടെ ചൂടും എല്ലാം കേട്ട് പ്രയാസപ്പെട്ട് അനുഭവിച്ചിട്ട് ചോര നീരാക്കിയിട്ട് എന്ന് പറഞ്ഞ പോലെ മക്കളെ നോക്കി വളർത്തിയ രക്ഷിതാക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. ആ അനുഭവമുള്ള ഉമ്മമാരാണ് ഇവിടെ ഉള്ളത്. നിങ്ങളൊരു ദാരിദ്ര്യം വരാൻ കാത്തിരിക്കണ്ട. ദാരിദ്ര്യമല്ലാതെ മറ്റൊന്ന് വരാൻ നിങ്ങൾ എന്തിനാണ് ഈ കാത്തിരിക്കുന്നത്? ദാരിദ്ര്യം സ്വാഭാവികമായി ജീവിതത്തിൽ വന്നുപോയേക്കാം. കഞ്ഞി കൂടി മുട്ടിപ്പോകുന്ന അവസ്ഥകൾ ഉണ്ടായേക്കാം. റിസ്കുകൾ വരുന്ന വാതിലുകൾ അടഞ്ഞു പോയേക്കാം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു അത്തരം പ്രയാസങ്ങളൊക്കെ നമുക്കോ നമ്മുടെ മക്കൾക്കോ തലമുറകൾക്കോ ഇല്ലാതെ റാഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള വഴി അള്ളാഹു തുറന്നു തരട്ടെ. 2, എല്ലാ അഹങ്കാരവും മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഐശ്വര്യം അത് വന്നു പോകുന്നതും നിങ്ങൾ കാത്തിരിക്കണോ? ആള് ആദ്യമൊക്കെ സാധുവായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. പിന്നെ അള്ളാഹു പണം കൊടുത്തപ്പോൾ പിന്നെ ആള് മറ്റൊരു ലെവലിലേക്കായി പോയി. പിന്നെ നിസ്കാരമില്ല, നോമ്പില്ല, അത്തരം അവസ്ഥയിലേക്ക് നമ്മളാരും ആകാതിരിക്കാൻ വേണ്ടി റസൂൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾ വരാതെ സൂക്ഷിക്കണമെന്ന്.
നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന, ആരോഗ്യത്തെ ഇല്ലാതെയാക്കുന്ന രോഗം വരുന്നത് നിങ്ങൾ എന്തിനാണ് ഈ കാത്തിരിക്കുന്നത്? ഇപ്പം അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് നടക്കാൻ കഴിയും, ഇരിക്കാൻ കഴിയും, ചിന്തിക്കാനും ആലോചിക്കാനും കഴിയും. ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിലേക്ക് പോകാനുള്ള ആഫിയത്തുണ്ട്, അമൽ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട്, അള്ളാഹുവിൻ്റെ വലിയ ബർക്കത്ത് ഫദ്ലുകൊണ്ട് നമുക്കുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കയ്യട്ടെ എന്ന് എന്തിനാണ് കാത്തിരിക്കുന്നത്? ഇപ്പം കിട്ടിയ ആരോഗ്യം വെച്ച് അമൽ ചെയ്തോളൂ ഉമ്മിനീങ്ങളെ എന്ന്, അമൽ ചെയ്തോളൂ ഉമ്മിനീങ്ങളെ, ആരെയും കാത്തിരിക്കണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഔഹറമൻ മുഫന്നിദ, എല്ലാം മറന്ന് മനുഷ്യന്റെ സംസാരം പോലും ലെവൽ തെറ്റി പോകുന്ന മുഫന്നിദായിട്ടുള്ള വാർദ്ധക്യം എത്തുന്നത് നിങ്ങൾ എന്തിനാണ് ഈ കാത്തിരിക്കുന്നത്? അതും കാത്തിരിക്കണ്ട, നിങ്ങൾ ഇപ്പൊ കിട്ടിയ സമയത്ത് ഉപയോഗപ്പെടുത്തിക്കോളൂ എന്ന്. ഔ മൗതൻ മുജ്ഹിസ, ഒറ്റയടിക്ക് തീർന്നു പോകുന്ന മരണത്തെ നിങ്ങൾ എന്തിനാണ് ഈ കാത്തിരിക്കുന്നത്? രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വൈകുന്നേരമായപ്പോൾ പിന്നെ വീട്ടിലേക്ക് നടന്നു വരാൻ കഴിയാതെ ആംബുലൻസിൽ ഭൗതിക ശരീരവുമായി ആളുകൾ വരുന്ന എത്ര അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ ഒരു മരണം, പെട്ടെന്നുള്ള മരണം, നിങ്ങൾ എന്തിനാണ് ഈ കാത്തിരിക്കുന്നത്? നിങ്ങൾ നല്ല അമലുകൾ ചെയ്തോളൂ എന്ന്. അവിദ്ദജ്ജാൽ, ഇന്ന് സകലമാന പ്രവർത്തനങ്ങളുടെയും എല്ലാ പ്രേരണകളും അതിൻ്റെ ഒക്കെ ആരംഭവും സോഴ്സുമായിട്ട് വരുന്ന ഈ ദജ്ജാലിന്റെ വരവിനെ നിങ്ങൾ എന്തിനാണ് ഈ കാത്തിരിക്കുന്നത്? അതും കഴിഞ്ഞിട്ട് ഖിയാമത്ത് നാൾ വരട്ടെ, കുറച്ചുകൂടി കഴിയട്ടെ എന്ന് നിങ്ങൾ എന്തിനാണ് ആലോചിക്കുന്നത്? അങ്ങനെ ഒരു മനുഷ്യനും ആലോചിച്ചു പോകണ്ട. ആരോഗ്യമുള്ള സമയത്ത്, നടക്കാൻ ശേഷിയുള്ള സമയത്ത്, അസുഖം വരുന്നതിൻ്റെ മുമ്പ്, രോഗം വരുന്നതിൻ്റെ മുമ്പ്, പ്രയാസങ്ങൾ വരുന്നതിൻ്റെ മുമ്പ്, മരണം വരുന്നതിൻ്റെ മുമ്പ്, വാർദ്ധക്യം വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ നിങ്ങളുടെ അമലുകൾ നല്ല നിലക്ക് ചെയ്തിട്ട് പോയിക്കോളൂ മുഅ്മിനീങ്ങളെ എന്ന് മദീനത്തെ പള്ളിയിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1500 കൊല്ലം മുമ്പ്, 1400 കൊല്ലം മുമ്പ് പറഞ്ഞ ആ ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ നേരത്ത് ഇരുന്നുകൊണ്ട് ആലോചിക്കുകയും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് താറുമാറാകുന്ന അവസ്ഥകൾ വരാനിരിക്കുന്നു. സാഹചര്യങ്ങളൊക്കെ പ്രയാസകരമാകുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ഈമാനല്ലാതെ മറ്റൊന്നും നമുക്ക് രക്ഷയില്ലാത്ത അവസ്ഥകൾ വരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ പിടിച്ചു നിൽക്കാനുള്ള ഒരേ ഒരു തുരുത്ത് അത് നമ്മുടെ പരിശുദ്ധ ഖുർആനാണ്, മുഹമ്മദുർ റസൂലുള്ളയാണ്. ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ നന്മകളും പ്രവർത്തനങ്ങളുമാണ്. അതിൻ്റെ കൂടെ നിന്നവർക്ക് വിജയമുണ്ട്. ഖദ് അഫ്ലഹ മൻ സക്കാഹാ, ഹൃദയത്തെ, ജീവിതത്തെ ശുദ്ധീകരിച്ച മനുഷ്യന് വിജയിച്ചു എന്ന്. വഖദ് ഖാബ മൻ ദസ്സാഹാ, അതിനെ എല്ലാ തരത്തിലും വിമലീകരിക്കാനുള്ള അവസരം കിട്ടിയിട്ടും ഹൃദയത്തെ ശുദ്ധിയാക്കാതെ പോയവൻ പരാജയപ്പെട്ടു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിനി കാവൽ നമ്മുടെ ഈ നന്മകളാണ്. മഹാന്മാർ പറയാറുണ്ട്, 2 കാവൽ നമുക്കുണ്ട്. അതിലൊരു കാവലെടുത്തു പോയി, ഇന്നനാ വ ഇന്നലനാ അമാനൈൻ, നമ്മുടെ മുമ്പിൽ 2 കാവലുണ്ട്. അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, നബിയെ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അല്ലാഹു മുഅ്മിനീങ്ങളെ, ലോകത്തെ ഒറ്റയടിക്ക് നശിപ്പിക്കുകയില്ല. അത് സംഭവിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി പോയി. ഇനി അങ്ങനെ ഒരു കാവൽ നമ്മുടെ മുമ്പിലില്ല. രണ്ടാമത്തെ കാവൽ, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നിടത്തോളം അല്ലാഹു നശിപ്പിക്കുകയില്ല, ഒറ്റയടിക്ക് ഇല്ലാതെയാക്കുകയില്ല എന്ന്. നമ്മൾ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ ആഗ്രഹിക്കുകയാണ്. ഇതാ പരിശുദ്ധ ഖുർആൻ പരിഹാരം പറഞ്ഞു, വമാ കാന അല്ലാഹു മുഅദ്ദിബഹും, അല്ലാഹു അവരെ നശിപ്പിക്കുകയില്ല, വഹും മുസ്തഗ്ഫിറൂൻ, അവർ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കുന്ന കാലത്തോളം. ഒന്നാമത്തെ അമാൻ സംവിധാനം അതില്ലാതെയായി പോയി. ഒരു കാവൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി തങ്ങൾ ഇവിടെ പറഞ്ഞു പോയി. ഇനി നമ്മുടെ മുമ്പിൽ നബി തങ്ങളില്ല, ജീവനോടെ ഇല്ല. അതേസമയം രണ്ടാമത്തെ കാവൽ നമ്മുടെ ഇടയിലുണ്ട്. ഇന്ന് നമ്മൾ ഈ സംസാരിച്ചത് മുഴുവൻ അതിനെ പറ്റിയാണ്. ഇസ്തിഗ്ഫാർ അത് വലിയ ഒരു കാവലാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമൂഹത്തോട്, ഉമ്മത്തിനോട് പറഞ്ഞതും അത് തന്നെയാണ്. വഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ.